നമസ്കാരം, ഞാൻ രശ്മി. ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വരാനുള്ളൊരു കാരണം നമ്മുടെ FSSAI രജിസ്ട്രേഷനെ കുറിച്ച് പറയാനാണ്. രജിസ്റ്റർ ചെയ്യാനുള്ള സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇന്നലെ ഞാൻ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതേ ഉള്ളൂ. കയറി നോക്കിയപ്പോൾ സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ രജിസ്റ്റർ ചെയ്തു കേട്ടോ. അപ്പോൾ എനിക്ക് ആവശ്യം ഉണ്ടായിരുന്നില്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തതാണ്. ഒരു വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ച് ചെയ്തതാണ്. ഇതിനു മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു രജിസ്ട്രേഷൻ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട്. വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ എല്ലാവരെയും ഒന്ന് പേടിപ്പെടുത്തുന്ന ഒരു ന്യൂസ് ഇങ്ങനെ പരക്കുന്നുണ്ടായിരുന്നു. തടവ് ശിക്ഷയും ഫൈനും ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് രജിസ്റ്റർ ചെയ്യാൻ കുറച്ചൊരു തടസ്സമുണ്ട്. അപ്പോൾ അതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നടക്കുന്നുണ്ട്. ഇപ്പോൾ അതെല്ലാം ക്ലിയറായി, നമ്മുടെ സൈറ്റ് എല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യാം. ഞാൻ ഇന്നലെ രജിസ്റ്റർ ചെയ്ത് വളരെ സിമ്പിളാണ്, വളരെ കുറച്ച് സമയം എടുത്തുള്ളൂ. 10 മിനിറ്റ് പോലും എടുത്തില്ല ചെയ്യാനായിട്ട്. അത് മാത്രമല്ല 100 രൂപയെ ചിലവ് വന്നുള്ളൂ. 100 രൂപയല്ല കേട്ടോ, 100 രൂപ 80 പൈസ അത്രയാണ് ചിലവ് വന്നത്. പിന്നെ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടതേ ഉള്ളൂ. സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടിയില്ല. അത് കിട്ടാൻ കുറച്ച് സമയം എടുക്കും. രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഞാൻ FSSAI കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ എങ്ങനെയാണ്, ശരിയാണോ എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്കും എല്ലാം പുതിയ സിസ്റ്റം അല്ലേ, എല്ലാം പഠിച്ചു വരുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്തായാലും രജിസ്റ്റർ ചെയ്തു. അപ്പോൾ അതിൻ്റെ റെസീറ്റും കിട്ടി. അപ്പം ആ റെസീറ്റും കിട്ടിയല്ലോ, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ അറിയിച്ചോളും. അപ്പോൾ അതിനനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. ശരിക്കും യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. അതുകൊണ്ട് ആർക്കും എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാം. പിന്നെ അതിന് വേണ്ടത് നമുക്ക് ഒരു ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് നടത്താനുള്ള ഒരു ക്രെഡിറ്റ് കാർഡ്, അല്ലാന്നുണ്ടെങ്കിൽ ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ് ഫെസിലിറ്റി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കണം. അത്രയേ ഉള്ളൂ. അതിനിപ്പോൾ ഇതൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ പോയാൽ മതി. ഒരു ഫോട്ടോയും ID പ്രൂഫുമായിട്ട് പോയിരുന്നാൽ മതി. പിന്നെ പലരും ഹെൽത്ത് സർട്ടിഫിക്കറ്റ് എടുക്കുന്നതിനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹെൽത്ത് സർട്ടിഫിക്കറ്റ് നമ്മളെടുത്ത് കയ്യിൽ വെച്ചിരുന്നാൽ മതി. അതിപ്പം രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് അതൊന്നും എനിക്ക് ആവശ്യം വന്നിട്ടില്ല കേട്ടോ. ഇപ്പോഴും എനിക്ക് ആവശ്യം വന്നില്ല. മുമ്പ് ഞാൻ ആദ്യം എടുത്തിരുന്ന സമയത്ത് അപ്പോഴും എനിക്ക് ഹെൽത്ത് സർട്ടിഫിക്കറ്റ് ഒന്നും ആരും ചോദിച്ചിരുന്നുണ്ടായിരുന്നില്ല. നമ്മൾ പക്ഷേ സർട്ടിഫിക്കറ്റ് എടുത്ത് കയ്യിൽ വെക്കുന്നത് നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് പകർച്ചവ്യാധികളൊന്നുമില്ല എന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ FSSAI രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് കാണാം. വളരെ സിമ്പിളാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ട് അത് നോക്കി അതേപോലെ തന്നെ ചെയ്തിരുന്നാൽ മതി. എളുപ്പത്തിൽ ചെയ്തു തീരും. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് FSSAI രജിസ്ട്രേഷൻ ചെയ്യുന്നതെന്ന് കാണാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ FSSAI രജിസ്റ്റർ ചെയ്യാനുള്ള സൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്. https://foscos.fssai.gov.in. ഇതാണ് സൈറ്റ് അഡ്രസ്സ്. അപ്പോൾ നമുക്കത് ടൈപ്പ് ചെയ്തു. അപ്പോൾ സൈറ്റിലേക്ക് പോവാണ്. ഇതാണ് FLRS to FOSCOS എന്നുള്ളതാണ് സൈറ്റ്. ഇതിലാണ് നമ്മൾ ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസ് ആയാലും രജിസ്ട്രേഷൻ ആയാലും ഒക്കെ ചെയ്യേണ്ടത്. അപ്പോൾ അത് ആ ഹെഡിങ്ങിൻ്റെ താഴെ തന്നെ ക്ലിക്ക് ഹിയർ ഫോർ ഫോസ്കോസ് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നില്ലേ, അവിടെ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു വിൻഡോയിലേക്ക് പോകും. ഇതാണ് ഫോസ്കോസിൻ്റെ രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള ഒരു വിൻഡോ ആണ്. അപ്പോൾ അതിൽ ഇവിടെ എൻ്റർ ആപ്ലിക്കേഷൻ റെഫറൻസ് നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് കാണുന്നുണ്ട്. അതൊന്നും ഇപ്പോൾ ചെയ്യേണ്ടതല്ല. ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് ലോഗിൻ ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലാതെയും ചെയ്യാം. ഇപ്പം നമ്മളിപ്പം ഒരു പ്രാവശ്യം രജിസ്റ്റർ ചെയ്യാനായിട്ട് ലോഗിൻ ചെയ്ത് പാസ്വേഡൊക്കെ കൊടുത്തൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഇമെയിൽ ID അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ നമ്പർ വെച്ചിട്ട് നമുക്ക് ഇതിനകത്തോട്ട് കയറാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതാണ് പല കളർഫുള്ളായിട്ടുള്ള ഓരോരോ ടാബുകളാണ്. അപ്പോൾ അത് ഫസ്റ്റ് ടാബിലുള്ളത് അപ്ലൈ ലൈസൻസ് ആണ്. ലൈസൻസിനാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 2000 രൂപ മുതൽ 7500 രൂപ വരെയാണ് ഒരു വർഷത്തേക്ക്. ഇനി അടുത്ത് വരുന്നത് അപ്ലൈ ഫോർ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. ഇതാണ് നമുക്ക് വേണ്ടത്. അത് 100 രൂപയാണ് ഇതിൻ്റെ ചാർജ് ഒരു വർഷത്തേക്ക്. അടുത്തത് മോഡിഫിക്കേഷൻ ഓഫ് ലൈസൻസ് ആൻഡ് രജിസ്ട്രേഷൻ ഫീസ്. മോഡിഫിക്കേഷൻ എന്തെങ്കിലും ചേഞ്ച് വരുത്താനാണെന്നുണ്ടെങ്കിലാണ് ഇതിൽ ക്ലിക്ക് ചെയ്യേണ്ടത്. അടുത്തത് റിന്യൂവൽ, അതായത് നമ്മളിപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത വർഷത്തേക്ക് കൂടെ റിന്യൂ ചെയ്യണമെങ്കിൽ ആണ് നമ്മൾ ഈ ഒരു ടാബിൽ കൂടെ ക്ലിക്ക് ചെയ്തിട്ട് പോകേണ്ടത്. അപ്പോൾ റിന്യൂ ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ഒരു വർഷം നമ്മുടെ ഡേറ്റ് ഉണ്ടല്ലോ, ആ ഡേറ്റ് എത്തുന്നതിന് മുമ്പേ വേണം റിന്യൂ ചെയ്യാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആദ്യം മുതലേ രജിസ്ട്രേഷൻ ചെയ്യേണ്ടി വരും. റേറ്റൊക്കെ സെയിം തന്നെയാണ്, 100 രൂപ തന്നെയാണ്. പിന്നെ അടുത്തത് ഫുഡ് കൺസ്യൂമർ ഗ്രീവിയൻസ്. ഇതൊന്നും നമുക്കൊന്നും വേണ്ട. നമുക്ക് ആകെ വേണ്ടത് അപ്ലൈ ഫോർ രജിസ്ട്രേഷൻ. അപ്പോൾ അത് തുടങ്ങുന്നതിന് മുമ്പേ നമുക്കിതവിടെ ഹെൽപ്പിന് വേണ്ടി താഴെ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ വേണം വായിക്കാം. നമുക്കിപ്പോൾ അത്യാവശ്യം വേണ്ടത് ഡോക്യുമെൻറ്റ്സ്, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമുക്ക് ഇതിൻ്റെ കൂടെ വേണ്ടത് എന്നുള്ള കാര്യം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ലൈസൻസിന് വേണ്ടിയിട്ടാണെങ്കിൽ രജിസ്ട്രേഷൻ, അങ്ങനെ പറഞ്ഞ് താഴോട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഏതാണെന്ന് നോക്കിയിട്ട് അതിനുള്ളത് സെലക്ട് ചെയ്താൽ മതി. നമുക്കിപ്പോൾ വേണ്ടത് രജിസ്ട്രേഷനാണ്. അപ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ
നമുക്ക് രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് റിക്വയർഡ് ഫോർ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫോട്ടോ ആണ്. ഒരു ഫോട്ടോ വേണം. പിന്നെ രണ്ടാമത്തെന്ന് പറയുന്നത് ഗവൺമെൻറ് ഇഷ്യൂഡ് ഫോട്ടോ ഐ ഡി ആണ്. അതായത് ആധാർ കാർഡ്, വോട്ടേഴ്സ് ഐ ഡി, പാൻ കാർഡ്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് എന്തായാലും കുഴപ്പമില്ല. ഇനി മൂന്നാമത് വരുന്നതാണ് പ്രൂഫ് ഓഫ് അഡ്രസ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റി. അതിൽ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് ഇഫ് ദ അഡ്രസ് ഈസ് അതർ ദാൻ ആസ് മെൻഷൻഡ് ഇൻ ദ ഫോട്ടോ ഐ ഡി കാർഡ്. അതായത് നമ്മളിപ്പോൾ കൊടുക്കുന്ന ഫോട്ടോ ഐ ഡി കാർഡിലുള്ള അഡ്രസ്സ് അല്ല നമ്മൾ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ആണ് ഈ ഒരു അഡ്രസ് പ്രൂഫ് കൊടുക്കേണ്ടത്. അതായത് ഇപ്പോൾ നമ്മൾ വീട്ടിൽ വെച്ചിട്ടല്ല, പുറത്ത് എവിടെയെങ്കിലും വെച്ചിട്ടാണ് നമ്മുടെ ഈ ബിസിനസ് നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ സ്ഥലത്തിന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കണം. നമ്മളിപ്പോൾ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്, കാരണം ആ ഐ ഡി പ്രൂഫിലും ഈ സെയിം അഡ്രസ്സ് തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യമേ നോക്കേണ്ട ആവശ്യമില്ല. ഫോട്ടോയും ഐ ഡി പ്രൂഫും മാത്രം മതി. ഇനി നമുക്ക് തിരിച്ചു പോകാം. ബാക്ക് അടിക്കുകയാണ്. ഇപ്പം നമ്മൾ ആദ്യത്തെ ആ പേജിലാണ് വന്ന് നിൽക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് രജിസ്റ്റർ ചെയ്യാൻ തുടങ്ങാൻ പോവാണ്. നമ്മളിപ്പം ചെയ്തതല്ല, നമുക്ക് എന്തൊക്കെ വേണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയതേ ഉള്ളൂ. നമ്മൾ ചെയ്യാൻ പോവാണ്. നമ്മൾ ഫസ്റ്റ് അപ്ലൈ ഫോർ രജിസ്ട്രേഷൻ ആ ഒരു ടാബിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നേരെ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ മുകളിൽ സൈനപ്പും ഒക്കെ കാണിക്കും. അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഓൾറെഡി ലോഗിൻ ചെയ്ത് വെച്ചിട്ടുള്ളവരാണെങ്കിൽ, ലോഗിൻ ഐ ഡി ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതിൽ കൂടെ പോകാം. നമുക്കിപ്പം ഇപ്പോൾ ഒരു രജിസ്ട്രേഷൻ മാത്രമേ ചെയ്യാനുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ നമ്മുടെ ഫോൺ നമ്പർ അത് കൊടുക്കാം. ഇപ്പം ഞാൻ എൻ്റെ ഇമെയിൽ ഐ ഡിയാണ് കൊടുക്കുന്നത്. ഇമെയിൽ ഐ ഡി ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഹൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇമെയിൽ ഐ ഡി കൊടുത്തു. അപ്പോൾ അത് കഴിയുമ്പം എൻ്റർ ക്യാപ്ച ചോദിച്ചിട്ടുണ്ട്. അതായത് മുകളിലുള്ള ഒരു നമ്പർ തെളിഞ്ഞ് കാണുന്നുണ്ടല്ലോ, ആ നമ്പർ നമ്മൾ താഴെ അടിച്ചു കൊടുക്കണം. ഇപ്പം ഇതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും, കാരണം എന്താ വെച്ചാൽ മിക്കവാറും എല്ലാ സൈറ്റിലും ചോദിക്കുന്ന കാര്യമാണ് ഈ ക്യാപ്ച. സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ്. അപ്പോൾ അത് കൊടുക്കുമ്പോൾ നേരെ ചെല്ലുന്നത് എൻ്റർ ഒ ടി പി എന്ന് ചോദിക്കുന്നുണ്ട്. ഒ ടി പി നമ്മളിപ്പോൾ മെയിൽ ഐ ഡി ആണ് കൊടുത്തെങ്കിൽ മെയിലിലേക്ക് നമ്മുടെ ഒ ടി പി വരും. ഫോൺ നമ്പർ ആണെങ്കിൽ നമ്മുടെ ഫോണിലേക്ക് ഒ ടി പി വരും. അപ്പോൾ ആ വന്നിട്ടുള്ള ഒ ടി പി ഇവിടെ അടിച്ചു കൊടുക്കണം. എന്നിട്ട് പ്രൊസീഡ് കൊടുക്കണം. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും വരുന്ന ഒരു വിൻഡോ ആണിത്, ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഇപ്പോൾ ഇൻകംപ്ലീറ്റ് ആപ്ലിക്കേഷൻ അങ്ങനെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ അതൊന്നും നമ്മൾ നോക്കേണ്ട. നമ്മൾ ലെഫ്റ്റ് സൈഡിലായിട്ട് രജിസ്ട്രേഷൻ എന്ന് എഴുതിയുണ്ടോ, ആ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ അപ്ലൈ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നുണ്ട്. തൊട്ട് താഴെ റിന്യൂവലും കാണിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ രജിസ്ട്രേഷൻ, ന്യൂ രജിസ്ട്രേഷനാണ് വേണ്ടത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പം നേരെ പോകുന്നത് സെലക്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട് റൈറ്റ് സൈഡിലായിട്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് നമ്മുടെ സ്റ്റേറ്റ് ഏതാണ് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പലരും ചോദിച്ചിട്ടുണ്ട്, ഞാൻ തമിഴ്നാട്ടിലാണ്, എന്താണ് ചെയ്യുക, അവിടെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. ഇപ്പോൾ ഏത് സ്റ്റേറ്റ് ആണെന്നെങ്കിലും ഇത് തന്നെയാണ്. ഇത് ഓൾ ഇന്ത്യ ലെവലിലുള്ള ഒരു നിയമമാണ്. അപ്പോൾ ഇത് ഏത് സ്റ്റേറ്റിലായാലും ഇതിൽ കൂടെ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കേരള സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കേരള സെലക്ട് ചെയ്തു. അപ്പോൾ വരുന്നതാണ് ഇതാ കുറേ ടാബുകൾ, കൊച്ചു കൊച്ചു ടാബുകൾ കാണുന്നുണ്ട്. മാനുഫാക്ചറർ, ട്രേഡ്, റീറ്റെയിൽ, ഫുഡ് സർവീസ്, എയർപോർട്ട്, സീപോർട്ട്, സെൻട്രൽ ഗവൺമെൻറ് ഏജൻസീസ്, ഇമ്പോർട്ടർ, അങ്ങനെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളുണ്ട്. അത് വായിച്ച് നോക്കിയാൽ മതി. നമുക്കിപ്പോൾ വേണ്ടത് മാനുഫാക്ചറർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷനാണ്. അപ്പോൾ അതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ അത് മാനുഫാക്ചറർ ആണ്. അപ്പോൾ അതിൽ താഴെ മാനുഫാക്ചറിങ്, പ്രോസസ്സിങ്, ഡയറി പ്രോഡക്ട്സ്, വെജിറ്റബിൾ ഓയിൽ, മീറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. പിന്നെ നമുക്കിതിൽ വേണ്ടത് ജനറൽ മാനുഫാക്ചറിങ് ആണ്. ജനറൽ മാനുഫാക്ചറിങ്ങിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇപ്പം നമ്മൾ ഏത് ബിസിനസ്സാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുമായിട്ട് കൂടുതൽ മാച്ച് ചെയ്തിട്ടുള്ള ആ ഒരു ഓപ്ഷൻ വേണം കേട്ടോ സെലക്ട് ചെയ്യാൻ. ഞാനിപ്പോൾ നമ്മളിപ്പോൾ കേക്ക് ബിസിനസ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അത് ജനറൽ മാനുഫാക്ചറിങ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ അതിലെന്തൊക്കെയാണെന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. മാനുഫാക്ചറിങ് പ്രോസസ്സസ് അതർ ദാൻ ഡയറി യൂണിറ്റ്സ്, വെജിറ്റബിൾ ഓയിൽ പ്രോസസ്സിംഗ് ഉണ്ട്. ഇതിങ്ങനത്തെ ഒന്നും ഇതിൻ്റെ മുകളിലുള്ള ഓപ്ഷൻസ് ഒന്നും അല്ലാത്തതാണ് ജനറൽ മാനുഫാക്ചറിങ്ങിൽ വരുന്നത്. അപ്പോൾ അതിലതാ ടേൺ ഓവർ നോട്ട് എക്സീഡിങ് 12 lakh rupees, 12 lakh എന്ന് എഴുതിയിട്ടുണ്ട്. ആൻഡ് ഹൂസ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഓഫ് ഫുഡ് ഡസ് നോട്ട് എക്സീഡ് 100 kg per day, 100 kg അല്ലെങ്കിൽ 100 liter per day. അപ്പോൾ അത് 12 ലക്ഷം വാർഷിക വരുമാനത്തിൽ താഴെയും കൂടാതെ 100 കിലോയിൽ കൂടുതൽ പ്രൊഡക്ഷൻ ഇല്ലാതിരിക്കുകയും ചെയ്യുന്നവർ ഇവിടെ ഉള്ളത്. അപ്പോൾ അത് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും അത്രയൊന്നും എന്തായാലും ഇല്ല. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്യാണ്. എന്നിട്ട് നമുക്ക് പ്രൊസീഡ് കൊടുക്കാം. പ്രൊസീഡ് കൊടുത്തു കഴിയുമ്പോൾ വരുന്ന വിൻഡോ ആണിത്. വ്യൂ എലിജിബിലിറ്റി ആണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് കൈൻഡ് ഓഫ് ബിസിനസ് എഴുതിയിട്ടുണ്ട്, ലൈസൻസ് കാറ്റഗറി എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഏത് കാറ്റഗറിയിലാണ് നമ്മൾ വരുന്നതെന്ന് അറിയാൻ പറ്റും. അത് താഴെ എഴുതിയിരിക്കുന്ന ആ ഒരു പച്ച കളറിലുള്ള ടാബിലെ ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഫോർ രജിസ്ട്രേഷൻ.
അപ്പോൾ ഇതാ ഒരു രജിസ്ട്രേഷൻ ഫോം വരും. അപ്പോൾ ഈ ഫോമിൽ നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ പേരൊന്നുമില്ല, നമ്മുടെ പേരും അഡ്രസ്സും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ, നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ പേര് അടിച്ചു കൊടുക്കാം. അപ്പോൾ പേരിലാണെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയുടെ പേരിലാണെങ്കിൽ ആ കമ്പനിയുടെ പേര് അടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ പേരാണെങ്കിൽ പേരടിച്ചു കൊടുക്കാം. അപ്പോൾ ഇൻഡിവിജ്വൽ എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇൻഡിവിജ്വലാണ്. അപ്പോൾ അതിൽ അടുത്തത് വരുന്നത് അഡ്രസ് ഓഫ് പ്രിമൈസസ് വെർ ഫുഡ് ബിസിനസ് ഈസ് ലൊക്കേറ്റഡ്. അപ്പം ഫുഡ് ബിസിനസ് ചെയ്യുന്ന സ്ഥലം അടിച്ചു കൊടുക്കുകയെന്ന് ഞാൻ എൻ്റെ അഡ്രസ്സാണ് അടിച്ചു കൊടുക്കുന്നത്. അടുത്തത് ഡിസ്ട്രിക്റ്റ് ആണ്. ഡിസ്ട്രിക്റ്റ് ഏതാണെന്നുള്ളത് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അവിടുന്ന് ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടുന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. തിരുവനന്തപുരം സെലക്ട് ചെയ്തിട്ടുണ്ട്. അടുത്തത് വില്ലേജ്. അടുത്തത് സബ് ഡിവിഷൻ, സ്റ്റേഷൻ, ഡിവിഷൻ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. റെയിൽവേ ബ്രാക്കറ്റിലുണ്ട്. അപ്പോൾ അത് ഏതാണെന്നൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ തിരുവനന്തപുരം സർക്കിളാണ് സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് പിൻകോഡും കൂടെ അടിച്ചു കൊടുക്കാം. ഇപ്പോൾ വില്ലേജ് അല്ല, കോർപ്പറേഷനാണിത്. അപ്പോൾ അതുകൊണ്ടാണ് നോട്ട് അപ്ലിക്കബിൾ വന്നത്. പിന്നെ കോൺടാക്ട് ഡീറ്റെയിൽസ് നമുക്ക് അടിച്ചു കൊടുക്കാം. മൊബൈൽ നമ്പറാണ് ഞാൻ കൊടുക്കുന്നത്. മൊബൈൽ നമ്പർ കൊടുക്കും. അത് കഴിഞ്ഞ് താഴെ ഇമെയിൽ ഐ ഡിയും കൂടെ കൊടുക്കുകയാണ്. ആ റെഡ് കളറിലുള്ള ആ ഒരു സ്റ്റാർ ഇട്ടിരിക്കുന്നതാണ് മാൻഡേറ്ററി. അതായത് നമ്മൾ എന്തായാലും മസ്റ്റായിട്ടും കൊടുക്കേണ്ട കാര്യങ്ങളാണ്. മറ്റേതൊക്കെ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ കൊടുത്താൽ മതി. ഇനി കോൺടാക്ട് പേഴ്സൺ അടുത്തത് കൊടുക്കുകയാണ്. എൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഇയേഴ്സ് യു വാണ്ട് ടു അപ്ലൈ ഫോർ, എത്ര വർഷത്തേക്കുള്ളതാണെന്നാണ് അവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു വർഷത്തേക്ക് എടുക്കുന്നുള്ളൂ. 1 കൊടുക്കുകയാണ്. പിന്നെ അടുത്തത് ഡീറ്റെയിൽസ് ഓഫ് ഫുഡ് ഐറ്റംസ് പ്രൊപ്പോസ്ഡ് ടു ബി മാനുഫാക്ചർ ഓർ സോൾഡ്. നമ്മൾ ഏത് തരത്തിലുള്ള ഫുഡാണ് കൊടുക്കുന്നത് എന്നാണ്. ഞാൻ ബേക്കറി പ്രൊഡക്ട്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ കൺഫെക്ഷണറി ഉണ്ട്. കൺഫെക്ഷണറി എന്നൊക്കെ പറയുകയാണെങ്കിലും നമ്മളിപ്പം സ്വീറ്റ് ഐറ്റംസ്, അതായത് കാൻഡീസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളതാണെങ്കിൽ അതിൽ കൺഫെക്ഷണറിയിൽ കൊടുക്കേണ്ടത്. നമ്മളിപ്പം ബേക്കറി പ്രൊഡക്ട്സ് ആണ് ഞാൻ കൊടുക്കുന്നത്. അതാകുമ്പം എല്ലാം കൂടെ കവർ ചെയ്ത് വരും. നമുക്കിപ്പം കേക്ക് മാത്രമല്ല, ബേക്കറി ഐറ്റംസ് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ അത് സെലക്ട് ചെയ്യാണ്. നമുക്കിതിൽ ഒന്നിൽ കൂടുതൽ സെലക്ട് ചെയ്യാം കേട്ടോ. നമുക്ക് കൺഫെക്ഷണറി വേണമെങ്കിൽ അതും കൂടെ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഞാൻ പക്ഷേ ബേക്കറി പ്രോഡക്ട്സ് മാത്രമേ സെലക്ട് ചെയ്യുന്നുള്ളൂ. ഇനി നമ്മൾ കൊടുക്കേണ്ടത് അതർ ഡീറ്റെയിൽസിൽ, അതായത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ, എന്നാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഡേറ്റ് ആണ്. അപ്പോൾ ഫ്യൂച്ചറിലുള്ള ഒരു ഡേറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ 8-ാം തീയതി കൊടുക്കുകയാണ് കേട്ടോ. 8/11/2020 കൊടുക്കുകയാണ്. അടുത്തത് സോഴ്സസ് ഓഫ് വാട്ടർ സപ്ലൈ ആണ്. ഇപ്പോൾ പ്രൈവറ്റ് ആണെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് കൊടുക്കുക. വീട്ടിലുള്ള കിണറ്റിൽ നിന്നുള്ള വെള്ളം എടുത്തിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പ്രൈവറ്റ് കൊടുക്കുക. ഞാനിപ്പോൾ പബ്ലിക്കാണ് കൊടുക്കുന്നത്. ഇലക്ട്രിക് പവർ യൂസ് ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ നോ കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ ഓവൻ സെറ്റപ്പൊക്കെ ഇതിലല്ലേ, ഗ്യാസ് അടുപ്പിലല്ലേ, അതിൽ കൊടുക്കുകയാണ്. സേവ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് സേവ് കൊടുക്കുകയാണ്. അപ്പോൾ അടുത്ത ഒരു വിൻഡോ ആണ് ഓപ്പൺ ആവുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത് ആകെ അഡ്രസ്സ് മാത്രമാണ്. പിന്നെ കുറച്ച് കാര്യങ്ങൾ മാത്രം കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കൊടുക്കേണ്ടത് ഡോക്യുമെൻറ്റ്സ്, അതായത് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് ആണ്. ഫസ്റ്റ് ഫോട്ടോ. അതിലത് ചൂസ് ഫയൽ എന്നുള്ള ഒരു എഴുതിയിരിക്കുന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് ഫോട്ടോ അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് എന്തെങ്കിലും അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എങ്കിലും ഞാൻ ജസ്റ്റ് അറിയാത്തവർക്ക് വേണ്ടി പറയുന്നേ ഉള്ളൂ കേട്ടോ. അടുത്തത് ഐഡൻറ്റിറ്റി പ്രൂഫാണ്. അതിലും അതേപോലെ ചൂസ് ഫയൽ ക്ലിക്ക് ചെയ്ത് അത് കണ്ട എന്തൊക്കെ ID പ്രൂഫാണ് നമുക്ക് വെക്കാൻ സാധിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് താഴെ ഇങ്ങനെ നിരന്ന് കിടപ്പുണ്ട്. അതിലേത് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അറ്റസ്റ്റഡ് ആയിരിക്കണം. ഇതിപ്പോൾ മുകളിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ആയിരിക്കണം വെക്കേണ്ടത്. അതായത് നമ്മളിപ്പോൾ ഫോട്ടോ വെച്ച് അതിൻ്റെ താഴെ സൈൻ ചെയ്തിരിക്കണം, എന്നിട്ട് അടിയിൽ എഴുതിയിരിക്കണം സെൽഫ് അറ്റസ്റ്റഡ്. ഞാൻ ചെയ്തത് ഒരു പേപ്പറിൽ സൈൻ ചെയ്തു, അടിയിൽ സെൽഫ് അറ്റസ്റ്റഡ് എന്ന് എഴുതി, എന്നിട്ട് ഈ ഫോട്ടോ അതിൻ്റെ മുകളിലോട്ടായിട്ട് വെച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുത്തതിന് ശേഷം അത് ആണ് അറ്റാച്ച് ചെയ്തത്. അത് ജസ്റ്റ് ക്രോപ്പ് ചെയ്ത് നമ്മളിപ്പം അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോയ്ക്ക് സൈസ് ഉണ്ട്. 3 MB കൂടാൻ പാടില്ല. 3 MB വരെയുള്ളതേ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അത് രണ്ടും അപ്ലോഡ് ചെയ്തു. ഇനിയുള്ളത് ഡോക്യുമെൻറ്റ് ഡിസ്ക്രിപ്ഷനാണ്. അതിലിപ്പം ഞാൻ ഒന്നും ചെയ്യുന്നില്ല. അതർ ഡോക്യുമെൻറ്റ്സ് ആണ്. അതിലിപ്പം ഒന്നും ചെയ്യുന്നില്ല. കാരണം ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. എൻ്റെ വീടിൻ്റെ അഡ്രസ്സുള്ള ID പ്രൂഫാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി താഴെ ഡിക്ലറേഷൻ ഉണ്ട്. ഈ ആക്ടിനെ കുറിച്ചും എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. അതിനുശേഷം എന്താ ഓൺലൈൻ പേയ്മെൻറ്റ്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാനായിട്ടാണ്. എന്നിട്ട് താഴെ പേ എന്നുള്ളൊരു ടാബുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡയറക്റ്റായിട്ട് പേയ്മെൻറ്റ് സെക്ഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, UPI, ഇതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം നമുക്ക്. എന്നിട്ട് ഇപ്പം ഞാൻ ക്രെഡിറ്റ് കാർഡ് ആണ് ചെയ്യുന്നത്. അപ്പോൾ കാർഡ് നമ്പറും എക്സ്പയറി ഡേറ്റ്, നമ്മളിപ്പം കാർഡ് ഹോൾഡേഴ്സ് നെയിം അതൊക്കെ അടിച്ചു കൊടുക്കുക. ഇതൊക്കെ നമ്മൾ ഓൺലൈൻ പേയ്മെൻ്റ് ഒക്കെ ചെയ്യുന്നില്ലേ, അതേപോലെ തന്നെയുള്ളത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. എന്നാലും
ഞാൻ പറയുന്നതേ ഉള്ളൂ. കാർഡിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് പേ നൗ കൊടുത്താൽ മതി. അപ്പോൾ അത് പേ നൗ കൊടുക്കുകയാണെങ്കിൽ പേ കൊടുക്കുമ്പോൾ അത് പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഫീസ് ബ്രേക്കപ്പ് കാണിക്കുന്നുണ്ട്. എമൗണ്ട് 100 രൂപയാണ്. ഗേറ്റ് വേ ചാർജസ് എന്ന് പറഞ്ഞിട്ടാണ് 80 പൈസയാണ് വരുന്നത്. 100 രൂപ 80 പൈസ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. 100 രൂപയല്ല, 100 രൂപ 80 പൈസ വന്നിട്ടുണ്ട്. എന്നിട്ട് പേ കൊടുക്കുക. അപ്പോൾ നമ്മുടെ SBI കാർഡിൻ്റെ OTP ചോദിക്കും. നമ്മളിപ്പം ഫോണിലേക്ക് OTP വരുമല്ലോ ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തുമ്പോൾ. ആ ഒരു OTP നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കാം. സബ്മിറ്റ് കൊടുത്ത് ഇതാണ് റിസീറ്റ്. ഇതിപ്പം അതപ്പം അത്രയേ ഉള്ളൂ. അതായത് നമ്മുടെ രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ പ്രോസസ്സ് പൂർത്തിയായി. റിസീറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് മുഴുവനും പേരും പ്രിമൈസസ് അഡ്രസ്സും എല്ലാം വെച്ചിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഫീസ് കൊടുത്തതും എല്ലാം വന്നു. അപ്പോൾ നമ്മളതവിടെ താഴെ പ്രിൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കത് പ്രിൻ്റർ ഉണ്ടെങ്കിൽ പ്രിൻ്റ് എടുത്ത് വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കതൊരു PDF ആയിട്ട് നമുക്കത് സേവ് ചെയ്ത് വെക്കാം. ഫോണിലോ അല്ലെങ്കിൽ സിസ്റ്റത്തിലോ സേവ് ചെയ്ത് വെക്കാം. നമുക്കതെടുത്ത് പിന്നെ എപ്പോഴെങ്കിലും സൗകര്യം കിട്ടുമ്പോൾ നമുക്കത് ജസ്റ്റ് എടുത്ത് പ്രിൻ്റ് എടുത്ത് വെച്ചാൽ മതി. നമ്മുടെ സിസ്റ്റത്തിൽ ഈ ഒരു PDF ആയിട്ട് സേവ് ആയി വെക്കും. പിന്നെ നമുക്കത് എപ്പോഴാണോ ആവശ്യം ആ സമയത്ത് നമ്മൾ പ്രിൻ്റ് എടുത്താൽ മതി. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ കാണാനായിട്ട് വ്യൂ ബാർ പ്രിൻറ്റ് ലൈസൻസ് ആപ്ലിക്കേഷൻ ബ്ലൂ കളറിൽ എഴുതിയിട്ടില്ലേ, അതിൽ ക്ലിക്ക് ചെയ്യാം. നമ്മൾ കൊടുത്തിട്ടുള്ള ആപ്ലിക്കേഷൻ എൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഞാൻ ജസ്റ്റ് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അഡ്രസ്സും ആപ്ലിക്കേഷൻ നമ്പറും റെഫറൻസ് നമ്പറും എല്ലാം വെച്ചിട്ടുള്ള ഒരു ഫോമാണിത്. ഇനി നേരത്തെ ചെയ്ത അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ഫോം നമ്മൾ പ്രിൻ്റ് എടുത്ത് വെക്കാം. ഇപ്പോൾ പ്രിൻ്റ് കൊടുക്കുകയാണെങ്കിൽ പ്രിൻ്റർ ഉണ്ടെങ്കിൽ പ്രിൻ്ററിലേക്ക് കൊടുക്കാം. ഞാനിപ്പം PDF ആയിട്ട് തന്നെ സേവ് ആസ് PDF തന്നെ കൊടുക്കുകയാണ്. സേവ് കൊടുത്തു കഴിയുമ്പോൾ അത് നമ്മുടെ സിസ്റ്റത്തിലേക്ക് സേവ് ആയിക്കോളും. പിന്നെ അത് ആവശ്യമുള്ള സമയത്ത് പ്രിൻ്റ് എടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് കിടന്ന് ഓടുന്നത് എല്ലാവരും. എന്തായാലും അപ്ലൈ ചെയ്യുക. ഇത്രയേ ഉള്ളൂ ആപ്ലിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അത് കഴിയുമ്പം അവർക്ക് എന്തെങ്കിലും നമ്മളിപ്പോൾ ചെയ്തതിൽ എന്തെങ്കിലും ആവശ്യമായിട്ടുണ്ടെങ്കിൽ അവരിങ്ങോട്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ നമ്മളത് കാര്യങ്ങൾ എന്താണോ അവർ ചോദിക്കുന്നത് അത് കൊടുത്താൽ മതി. അതിന് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളത് സബ്മിറ്റഡ് ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നുള്ള അത് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് താഴോട്ട് നമ്മൾ എന്തൊക്കെയാണോ കൊടുത്തിരിക്കുന്നത് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ ആപ്ലിക്കേഷൻ എല്ലാം കൊടുത്തെല്ലാം കഴിഞ്ഞ് നമുക്ക് പിന്നെ എപ്പോഴും ഇടയ്ക്ക് വേണമെങ്കിൽ നമ്മുടെ സ്റ്റാറ്റസ് എന്തായി എന്നറിയാൻ വേണ്ടി നമുക്ക് കയറി നോക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം. ഇതേപോലെ തന്നെ foscos.fssai.gov.in എന്നുള്ള അഡ്രസ്സ് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ പല കാര്യങ്ങളിലേക്കും പോകും. അപ്പോൾ ഈ ഒരു അഡ്രസ്സ് വെച്ച് ഒന്നുകൂടെ ഒന്ന് കയറി നോക്കാം. അപ്പം അതേപോലെ തന്നെ നമ്മൾ ആ ഒരു ഫസ്റ്റ് കണ്ട സൈറ്റിലേക്കാണ് എത്തുന്നത്. എന്നിട്ട് അതുപോലെ തന്നെ ക്ലിക്ക് ഹിയർ ഫോർ ഫോസ്കോസ് കണ്ടോ, അവിടെ ക്ലിക്ക് ചെയ്യാം. ആപ്ലിക്കേഷൻ റെഫറൻസ് നമ്പർ എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ തന്നിട്ടുണ്ടാവും. ആ നമ്പർ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഹൈഡ് ചെയ്തിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പർ ആർക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ഇതിനകത്ത് കയറി നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കാൻ പറ്റുന്നതാണ്. അത് കഴിയുമ്പോൾ നമ്മളിവിടെ ക്യാപ്ച ഉണ്ട്, അത് നമ്പറും കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കാം. സബ്മിറ്റ്. ഏറ്റവും ലാസ്റ്റ് ഉള്ളത് സ്റ്റാറ്റസ് ഓഫ് ആപ്ലിക്കേഷൻ. അപ്പോൾ അത് കൂടെ നോക്കുക. അപ്പോൾ അത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് നമ്മുടെ സ്റ്റാറ്റസ് എന്ന് അറിയാൻ സാധിക്കും. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടും. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അതിപ്പം എത്ര ദിവസം എടുക്കും നമുക്ക് പിടിയില്ല കേട്ടോ. പണ്ടൊക്കെയാണ് ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ കിട്ടാറുണ്ട്. പക്ഷേ ഇപ്പോൾ സിസ്റ്റം ഒക്കെ ഒന്നും മാറിയില്ല. അപ്പം എന്തായാലും കുറേ പെൻഡിങ് ഒക്കെ കിടപ്പുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് കിട്ടാൻ ചിലപ്പോൾ കുറച്ച് താമസം എടുക്കുമായിരിക്കും. എന്നാലും കുഴപ്പമില്ല, നമ്മൾ അപ്ലൈ ചെയ്തല്ലോ, സമാധാനമായില്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഒരുപാട് പേരുണ്ട് ഇത് അറിയാതെ ബുദ്ധിമുട്ടുന്നവർ. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരും വീട്ടിലിരുന്ന് തന്നെ രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്യട്ടെ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.